ഇതാണ് നമ്മളുടെ കോഴി കേട്ടോ, ഫ്രഷ് കോഴിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പൂവൊക്കെ ഉണ്ട് കേട്ടോ, ഇവർ തലയൊന്നും വെട്ടിയിട്ടില്ല. അങ്ങനെയുണ്ട്, പൂവൊക്കെ അതേപോലെ ഉണ്ട്. തൂവലൊക്കെ പറിച്ച് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വേണ്ടാത്തൊക്കെ സാധനം ഒഴിവാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കാം കേട്ടോ. കോഴി നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ, ഇതിനകത്ത് മറ്റേ മുട്ടയാണ്. നാടൻ കോഴി ആയതുകൊണ്ട് വിത്ത് സ്കിന്നാട്ടോ, സ്കിൻ എടുക്കുന്നുണ്ട്. സോ അതാണ് നമ്മൾ സ്കിന്നെടുത്ത് കളയുക ചെയ്യാറ്. ഇത് വിത്ത് സ്കിന്ന് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക. കത്തിയുടെ മഹാത്മ്യം ഭയങ്കരമാണ്. കോഴിയെ വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ട. ഈ കോഴിയെ ഞാൻ മഞ്ഞപ്പൊടിയും വിനാഗിരി ഇട്ട് കുറച്ച് ഒരു 2-3 മിനിറ്റ് വെച്ചതാണ്. കോഴി നമ്മൾ കുക്കറിനകത്ത് ഒരു 3-4 വിസിൽ അടിക്കാൻ പോകണം. അപ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇടാം. മഞ്ഞപ്പൊടി, ചതച്ച കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, ചെയ്ത് വൃത്തിയാക്കിയ ലഗോൺ ചിക്കനെ നമ്മൾ പാറിയിട്ടില്ലാത്തോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി എല്ലാം ഏതാണ്ടൊക്കെ എൻ്റെ കയ്യെ കൊണ്ട് ഗൈസ് എല്ലാം ചേട്ടൻ കറന്നു. സിമ്പിൾ മസാലയാണ്. അതിനുശേഷം നമ്മൾ ലേശം ഇത് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഓൾറെഡി ഇല്ലാത്തൊന്ന് വെള്ളം വരും. നല്ല നെയ്യൊക്കെ കണ്ട, ഈ നെയ്യൊക്കെ ഇറങ്ങി നല്ല സൂപ്പറായിരിക്കുന്നു. ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ചതക്കണം. ഇന്ത്യൻ വെളുത്തുള്ളി, സവാള. ഈ സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി യൂസ് ചെയ്യാം. എൻ്റെ ചെറിയുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടത് ഒരു ഒരു മീഡിയം ടൊമാറ്റോ, 2 പച്ചമുളക്, കറിവേപ്പില. ഞങ്ങളെ സവാള അരിയാൻ കോഴി നമ്മൾ വിസിലടിച്ചത് ശരിയായിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. നാടൻ കോഴിയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. കടുക് മസ്റ്റാണ്. തേങ്ങാപ്പം, ഇല, കറുവപ്പട്ട, കായമ്പൂ, ഹോൾ സ്പൈസസ് ആണ് ഇട്ടേക്കുന്നത്. തക്കോലം, ഏലക്ക, കറുവപ്പട്ട, ബേ ലീവ്സ്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള. ആ 2 സവാള ഉണ്ടല്ലോ, ഇതിന് പകരം നമുക്ക് കൊച്ചുള്ളി യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൻ്റെ ഭാഷ പറഞ്ഞ സൂപ്പർ സോണിക്. വഴണ്ട് വരാൻ വേണ്ടി ലേശം എന്താണെന്ന് വെച്ചാൽ മറ്റേതൊക്കെ ഉപ്പിട്ടുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ഉപ്പിടുക. അങ്ങനെ നമ്മുടെ സവാള വഴണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലോണം വഴണം കേട്ടോ. സവാള വഴണ്ടോണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, കരിവേപ്പില ചതച്ചത്, സ്ലൈസ് ചെയ്ത ടൊമാറ്റോ ഇടുകയാണ്. പേസ്റ്റ് ഒന്നും ചേർക്കല്ലേ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കോഴി മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാല, മുളക് പൊടി, ചിക്കൻ മസാല, മല്ലി എല്ലാം 1/2 ടേബിൾ സ്പൂണായിട്ട് ഇട്ടേക്കുന്നത്. കോഴി വെന്തതിൻ്റെ ഒരു ചാറുണ്ടല്ലോ, അതായത് ഫാറ്റ് എന്ന് പറയും, ചിക്കൻ ബ്രോത്ത്. അത് നമ്മൾ ആദ്യം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച ഉള്ളി സവാളക്കകത്ത് പൊരിക്കുകയാണ്. ഇളിഞ്ഞ് വന്നത് ഇനിയിപ്പോൾ നമുക്ക് കോഴിയെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, പിന്നെ ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങളുടെ അവസാനത്തെ കുക്കിങ്. ആ ഫാറ്റൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ, നല്ല നാടൻ കോഴിക്കറി റെഡിയായിട്ടുണ്ട്. ഇത് വറ്റിക്കുന്നവർക്ക് കുറച്ചുകൂടെ വറ്റിക്കാം, ചാറ് വേണ്ടിയവർക്ക് ചാറ്. ഇതെന്താണ്, പുകമയോ ചാറ്. അപ്പോൾ ഇത് വേണ്ട, ഇത് ഇച്ചിരി ചാറായിട്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഗ്രേവി. അങ്ങനെ നമ്മുടെ സൂട് കോഴിക്കറി, അതായത് ലഗൂൺ നാടൻ കോഴിക്കറിയും പയർ തോരനും നല്ല ചൂട് ചോറും ചെമ്പാവരി എന്തോ അതിന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ആ ചോറും ബ്രൗൺ റൈസും നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡ്രിങ്കും പൊളിച്ച്. അപ്പൊ നമുക്ക് കഴിച്ചാലോ?